ലീനയുടെ ആവശ്യപ്രകാരം റീത്തയെ തല്ലിച്ചതച്ച് പോലീസ്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴത്തോരു മുമ്പിൽ ഇനി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അലീനയുടെ തേരോട്ടം തന്നെയാണ്. അതായത് അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കണക്കും കാര്യങ്ങളും കൃത്യമായി തന്നെ നോക്കാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. അതായത് മിച്ചം കിട്ടുന്ന പണം കൊണ്ട് അനാഥരായ മക്കൾക്ക് ഭക്ഷണവും ഡ്രസ്സും അവരുടെ വിദ്യാഭ്യാസവും നടത്തുക എന്നതാണ്. പപ്പയോട് ചോദിക്കാതെ തന്നെ, പപ്പയുടെ ദൂർത്ത് കുറച്ചുകൊണ്ട് തന്നെ അനാഥർക്ക് പണം ചെലവാക്കാനുള്ള ഒരു വഴിയാണ്, മാർഗമാണ് അലീന കണ്ടെത്തുന്നത് എന്ന് കാണാം. അപ്പോഴും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാൻ നിരവധി പേരുണ്ട് എന്ന് അലീന തിരിച്ചറിയുകയാണ് എന്നും കാണാനായിട്ട് കഴിയും. അതായത് തൻ്റെ പപ്പയുടെ പണം, പപ്പ സാധനങ്ങൾ വാങ്ങാൻ വിശ്വസിച്ചു കൊടുക്കുന്ന പണം എല്ലാം തട്ടിയെടുക്കുകയാണ് പപ്പയുടെ ജോലിക്കാരെന്ന് അലീന മനസ്സിലാക്കിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കള്ളത്തരങ്ങളും അവരുടെ കക്കലും മോഷണവും നിർത്താൻ വേണ്ടി അലീന ആ പണി അങ്ങോട്ട് ചെയ്യുകയാണ് എന്ന് കാണാം. അതായത് അലീനയാണെങ്കിൽ കൊണ്ടുവരുന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഒത്തുനോക്കി കഴിയുമ്പോൾ എവിടെയും മാക്സ് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ മാക്സിനെ കുറിച്ച് ചോദിക്കുകയാണ് പൗലോസിനോട്. ഇതേ സമയം പൗലോസ് മിണ്ടാതെ നിൽക്കുമ്പോൾ, അല്ല നിങ്ങളൊക്കെ കൂടിയല്ലേ കടയിൽ പോയത്, പിന്നെ എന്താണ് പൗലോസേട്ടാ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ കുഞ്ഞ്, ഞങ്ങളെ പൈസയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെയാണ് കൊടുത്ത് സാധനങ്ങൾ മേടിച്ചത്. കണക്കിലെന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നേ, അത് ആ കടക്കാരനായിരിക്കും എന്ന് പറയുകയാണ് എന്ന് കാണാം. ഇതേ സമയം എങ്കിൽ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂല്ലോ വല്യപ്പച്ച. വാ വല്യപ്പച്ച, നമുക്ക് ഈ സാധനങ്ങളൊക്കെ തിരികെ വണ്ടിയിൽ വെച്ച് ഇവരെയും കൊണ്ട് ആ കട വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ, അല്ലേ ഞാനൊന്നുമില്ല, ഞാനെന്തിനാ വരുന്നത്, നിങ്ങൾ പോയിട്ട് വാ ഇവനെയും കൊണ്ട് എന്ന് പറയുമ്പോൾ പൗലോസേട്ടനും പോയില്ലേ മേടിക്കാൻ. അപ്പോൾ പൗലോസേട്ടനും വന്നേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ എന്ന് ചോദിക്കുമ്പോൾ, മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറാ നായെ എന്ന് പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചൻ പൗലോസിനെ വണ്ടിയിലേക്ക് കയറ്റുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ അവർ യാത്ര തിരിക്കാനായിട്ട് തുടങ്ങുകയാണ്. എവിടേക്ക്? കടയിലേക്ക്. കടയിലെ കണക്കും കാര്യങ്ങളും ചോദിക്കാനായിട്ട് പോവുകയാണ്. ഇത് സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ ഒരവസരം കൂടി അവർക്ക് നൽകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ സത്യമായി പറയുകയാണെങ്കിൽ വലിയൊരു നാണക്കേട് ഒഴിവാക്കാൻ പറ്റും. ഈ വീടിന് പുറം കോമ്പൗണ്ടിലേക്ക് കടന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ നാണം കെടുത്താതെ തിരികെ കയറ്റില്ല എന്ന് പറയുന്നു. കള്ളന്മാരാക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നു. സ്വന്തം മുതലാളിയുടെ കയ്യിൽ നിന്നും കട്ടെടുക്കുന്ന കള്ളന്മാർ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. പറയാൻ സൗകര്യമില്ലെങ്കിൽ വണ്ടി എടുക്കാനായിട്ട് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് വണ്ടി എടുക്കുകയാണ് എന്ന് കാണാം. അങ്ങനെ എത്താറാവുമ്പോൾ ഒരു തവണ അലീന വാൺ ചെയ്യുന്നതോടുകൂടി പൗലോസണെങ്കിൽ വണ്ടി നിർത്താനായിട്ട് പറയുന്നു. പോകേണ്ടതില്ല എന്ന് പറയുന്നു. ഇത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് പറയുന്നു. അത് കേട്ടതും അലീന പറയുന്നുണ്ട്, എൻ്റെ പൗലോസേട്ടാ, ഇത് നിങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന് എനിക്ക് നല്ല രീതിയിലറിയാം.
കാരണം ഞാൻ ഒരുപാട് കണക്കൊക്കെ ടാലി ചെയ്ത് നോക്കി. അതിലെല്ലാത്തിലും നല്ല രീതിയിൽ തിരിമറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പപ്പയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്താലും പപ്പയെ ചോദിക്കുകയില്ല, അന്വേഷിക്കുകയില്ല. നിങ്ങൾ മേടിക്കുന്നതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ തരിക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതേ സമയമാണെങ്കിൽ അത് തെറ്റാണ് എന്ന് എനിക്ക് പപ്പയെ ബോധ്യപ്പെടുത്തണം. പപ്പയുടെ ചിന്താഗതി തെറ്റാണെന്ന് എനിക്ക് പപ്പയെ മനസ്സിലാക്കിപ്പിക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. അധികം വൈകാതെ തന്നെ നിങ്ങൾ ചെയ്തതെല്ലാം ഞാൻ പപ്പയുടെ മുൻപിൽ കൊണ്ടുവരുമെന്ന് പറയുന്നു. പപ്പയുടെ വിശ്വസ്തരായ പണിക്കാർ ചെയ്തു വച്ചിരിക്കുന്ന കൊള്ളരായ്മ പപ്പയും ഒന്ന് അറിയട്ടെ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇത് സമയമാണെങ്കിൽ ആകെപ്പാടി നാണം കെട്ട് പോവുകയാണ് പൗലോസ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ പൗലോസ് ഇങ്ങനെ അലീനയുടെ മുമ്പിൽ വലിയ ബിൽഡപ്പൊക്കെ നിന്നിട്ട് മോഷ്ടിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ എല്ലാ കിളിയും പോവുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. തുടർന്ന് അലീന സ്റ്റാലിനെ അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അലീന സ്റ്റാലിൻ്റെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നുണ്ട് എന്ന് കാണാം. ഇതേ സമയം സ്റ്റാലിന് ഒരു കാര്യം ബോധ്യമാകുന്നുണ്ട്, തൻ്റെ ജോലിക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. തുടർന്ന് റീത്തയുടെ വരവാണെന്ന് കാണാം. റീത്തയാണെങ്കിൽ പള്ളിയിലെ അച്ഛനുമായിട്ടാണ് കടന്നു വരുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്തയെയും അലീന പൊളിക്കുകയാണ്, റീത്തയുടെ കള്ളത്തരങ്ങളെയും. ഒടുവിൽ നമ്മുടെ അലീനയാണെങ്കിൽ റീത്ത ചെയ്ത തെറ്റുകൾക്കുള്ള ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലം കൊടുക്കാനായിട്ട് ഒരുങ്ങുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയം നമ്മുടെ അലീന പോലീസിനെ വിളിച്ചു വരുത്തുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ റീത്ത പേടിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.